ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മൾ ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ ഏകദേശം 500ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10/2023, അതായത് ഈ പ്രിലിംസിൻ്റെ പ്രിലിംസ് ആ ഒരു 10th പ്രിലിംസിൻ്റെ സിലബസ് അനുസരിച്ചുള്ള എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഡേ 5 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച നിയമനിർമ്മാണ അധികാരം നൽകുന്നത്? ഏതാണ്? നമ്മുടെ ജി എസ് ടി എന്ന് പറയുന്നത് ഏതായിരുന്നു ഭേദഗതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജി എസ് ടിയെ പറ്റി പറയുന്ന ഭേദഗതി എന്ന് പറയുന്നത് 101ാം ഭേദഗതിയാണ്. 2016 101ാം ഭേദഗതി വരുന്നത്. അതായത് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ്? അത് പ്രകാരം 2017 ജൂലൈ 1 എന്ത് വരുന്നത്? ജി എസ് ടി നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇദ്ദേഹം ഈയിടക്ക് അന്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിലവിൽ നടക്കുന്ന പരീക്ഷകളിൽ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു കൂടി പഠിച്ചു വെക്കുക. അതെന്നായിരുന്നു? 28 സെപ്റ്റംബർ 2023 അദ്ദേഹം അന്തരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പോഴത്തെ പരീക്ഷകളിൽ ചോദിക്കുന്നത് എം.എസ്. സ്വാമിനാഥനെ ബന്ധപ്പെട്ട ഫാക്ട്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ ചോദിക്കുന്ന ഒന്നാണ് എന്ത്? അദ്ദേഹത്തിന്റെ മരണം, അല്ലെ? അദ്ദേഹം അന്തരിച്ചു എന്നാണ് 28 സെപ്റ്റംബർ 2023. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എം.എസ്. സ്വാമിനാഥൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അത് നമുക്കറിയാം, അതെന്താണ്? തെറ്റായിരുന്നു. നമുക്ക് എന്താണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എം.എസ്. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് ചോദിക്കുമ്പോൾ അതാരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് N.K. സിംഗ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. എവിടെ? നമ്മുടെ LD 2024 നമ്മുടെ LDC എക്സാം എറണാകുളം ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് വേണ്ടത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1980 മാർച്ച് 15 ശരിയായ പ്രസ്താവനയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് നമുക്കറിയാം. പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നതാണ് എന്ത്? നീതി ആയോഗ്. അതെന്നാണ്? 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇവിടെ എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? പരുത്തി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? റിഗർ മണ്ണ് അഥവാ കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. തെക്ക് പടിഞ്ഞാറൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ഇതാണ് ഇന്ത്യ. എന്താണ്? ഇതാണ് നമ്മുടെ തെക്ക് വശം, ഇതാണ് പടിഞ്ഞാറ് സൈഡ്, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഈ അറബിക്കടൽ ഇങ്ങനെ വീശുന്ന കാറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനുള്ള കാരണമാകുന്നത് ഇവിടെ നിന്ന് തെക്ക് പടിഞ്ഞാറ് എന്ന് വരുന്ന മൺസൂണാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് എന്ത്? കണ്ടൽ വനം. നമുക്കറിയാം എന്താണ്? സുന്ദർബൻ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രഹ്മസത്ത് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? ബ്രഹ്മസത്ത് താഴ്വര എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? നർമ്മദയും താപ്തിയും, അതായത് റിഫ്റ്റ് വാലി എന്ന് പറയും. നമുക്ക് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? വിന്ധ്യ പർവ്വതമുണ്ട്, ഇവിടെ എന്തുണ്ട്? സത്പുര പർവ്വതമുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടിയാണ് എന്ത് പോകുന്നത്? നർമ്മദ ഒഴുകുന്നത്. ഇവിടെ കൂടിയാണ് എന്ത്? താപ്തി ഒഴുകുന്നത്. അപ്പൊ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു താഴ്വരയാണ് നമ്മൾ ബ്രഹ്മസത്ത് താഴ്വര എന്ന് പറയുന്നത്. അത് എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? നമുക്കറിയാം നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പൊ അതിൽ വരുന്നത് നർമ്മദയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടുള്ളതാണ്? അത് ഗംഗ ബ്രഹ്മപുത്രയാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആ ഒരു ഡെൽറ്റയാണ്. അത് ഉത്തരമഹാസമുദ്രമയത്തിൽ നമ്മളത് പഠിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ്? അത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്? സിയാൽ, അല്ലെ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, ഇങ്ങനെയും ചിലപ്പോൾ തരും പേര്. അതേപോലെ നമുക്കറിയാം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് എന്ത്? കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന മിഷൻ ഭൂമിപുത്ര. അത് എവിടെയാണ്? ഈ പറയുന്ന ആസാമിലാണ് മിഷൻ ഭൂമിപുത്ര.
അതായത് നമ്മുടെ SC ST OBC-ക്കൊക്കെ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഒരു പോർട്ടൽ വഴി, അതിനെയാണ് മിഷൻ ഭൂമിപുത്ര എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാമാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ലയാണേത്? മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയും ഏതാണ്? മലപ്പുറമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ആണ് എന്ത്? ജൂൺ ടു സെപ്റ്റംബർ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്തെന്നറിയപ്പെടുന്നത്? ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അതേപോലെ തന്നെ തുലാവർഷം എന്നൊക്കെ അറിയപ്പെടുന്ന തുലാവർഷം അതേതാണ്? അത് ഒക്ടോബർ നവംബറിലാണ് തുലാവർഷം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന നദി, ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത് ഓപ്ഷൻ സി NH 744 ആണ്. എങ്കിൽ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന നദിയാണ് പാലക്കാട് ചുരത്തിലൂടെ. ഇതാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്നത്. NH 544 ആണ്. എങ്കിൽ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത്, ബോഡി നായ്ക്കന്നൂർ ആണെങ്കിൽ അത് NH 85 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത്. വയനാടൻ ചുരത്തിലൂടെ കടന്നു പോകുന്ന ഏതാണ്? വയനാട് എന്ന് പറയുന്നത് NH ഏതാണ്? 766 ആണ്. അതേപോലെ ഈ ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. പുനലൂർ ടു ചെങ്കോട്ട. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണേത്? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണേത്? പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, നമ്മുടെ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? എവിടെയാണ്? ഇടുക്കി. 1954 ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. അതായത് എന്താണ്? നമ്മുടെ അറിയാം, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ചെങ്കുളം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നതാണ് എന്ത്? നൂറനാട്. തട്ടേക്കാട് എവിടെയാണ്? ഈ പറയുന്ന തട്ടേക്കാട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവയെല്ലാം എന്താണ്? തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. അതൊരു പക്ഷി സങ്കേതമാണ്. അതേപോലെ കുമരകമാണ് എവിടെ? കോട്ടയത്തുള്ളത്. കോട്ടയമാണ് കുമരകമാണ് എന്തെന്നറിയപ്പെടുന്നത്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കുമരകമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ്. അതേപോലെ ഈ പാതിരാമണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കുമരകത്തിനും തണ്ണീർമുക്കത്തിനും ഇടയിലുള്ളൊരു ദ്വീപാണ് എന്ത്? പാതിരാമണൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണേത്? കണ്ണൂർ. അപ്പൊ കൊല്ലം എന്താണ്? ഏറ്റവും കുറവ് തീരദേശമുള്ള ജില്ലയാണെന്ത്? കൊല്ലം എന്ന് പറയുന്നത്. എങ്കിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള താലൂക്ക് ഏതാണ്? താലൂക്ക് അത് ചേർത്തല താലൂക്കാണ്. ചേർത്തല. ഏതൊക്കെയാണ് കടൽ തീരമില്ലാത്ത ജില്ലകള്? കടൽ തീരമില്ലാത്തത് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ വരും? ഏറ്റവും ആദ്യം അറിയാവുന്ന നമുക്ക് ഇടുക്കിയുണ്ട്, വയനാടുണ്ട് അല്ലെ? ഇടുക്കി, വയനാട്. പിന്നെ നമുക്കറിയാം കോട്ടയം എന്ന് പറയുന്നത് ചുറ്റും എന്താണ്? ജില്ലകളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പൊ കോട്ടയം വരും. പിന്നെ വരുന്നത് ഏതാണ്? പത്തനംതിട്ട വരും. പത്തനംതിട്ട. പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടാണ്. പാലക്കാട്. ഇത്രയുമാണ് എന്ത് വരുന്നത്? നമ്മുടെ കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം. അയ്യങ്കാളി ട്രോഫി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. വെള്ളായണി കായൽ. എങ്കിൽ ചമ്പക്കുളം ട്രോഫി ഇമ്പോർട്ടന്റ് ആണ്. ചമ്പക്കുളം ട്രോഫി എവിടെയാണ്? ചമ്പക്കുളം പമ്പയിലാണ്. അതേപോലെ തന്നെ ആറന്മുള എവിടെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയും. ആറന്മുളയും എവിടെയാണ്? പമ്പ നദിയിലാണ്. ഇനി കൊച്ചിക്കായൽ നടക്കുന്ന ഒന്നുണ്ടല്ലോ, അതാണ് എന്ത്? ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി എവിടെയാണ്? കൊച്ചിയിലാണ്, കൊച്ചിക്കായലിലാണ്. അതേപോലെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളിയോ? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി എവിടെയാണ്? അതും പമ്പയിലാണ്. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി എവിടെയാണ്? കന്നേറ്റിക്കായലാണ്. കന്നേറ്റിക്കായൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്, വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്? കുമളിയാണ്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? നമ്മുടെ ആലുവയിലാണ്. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി, വയനാട്ടിലെ മേപ്പാടിയിലാണ്. അതായത് സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിൻമില്ല് കറക്കി വൈദ്യുതി ഉണ്ടാക്കുന്നതാണ്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഇത് അയണോസ്ഫിയർ എന്ന് പറയുന്ന അയണോസ്ഫിയർ. അതേപോലെ തന്നെ നമ്മുടെ ഓസോൺ എവിടെയാണ്? ഓസോൺ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ. അതേപോലെ തന്നെ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഗാദി ബോർഡ് LD-യുടെ പ്രിലിംസിനായിരുന്നെന്ന് തോന്നുന്നു. ഉൽക്കാവർഷ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്? മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയർ.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ SCEOനെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് എന്ത്? 1096 അല്ല 1098 ആണ്. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും ആരുടേതാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോന്റേതാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എനർജി ജൂളാണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഇത്, നമ്മുടെ തെലുങ്കാന. നെക്സ്റ്റ് നോക്കാം. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചതാണ് എന്ത്? രാജ്യത്തെ 5G സേവനങ്ങൾക്കാണ് അന്ന് തുടക്കം കുറിച്ചത്. എന്നാണ് 2022 ഒക്ടോബർ 1. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ആണ് എന്ത്? പ്രചന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? നൂറുമേനി. എന്താണ്? നൂറുമേനി. നെക്സ്റ്റ് നോക്കാം. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ അല്ലെ? വൈറ്റമിൻ എ, റെറ്റിന കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്ത് വരും? റെറ്റിനോൾ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവിടെ എന്താണ്? എയും 1ഉം 2ഉം എന്താണ് ഇവിടെ? ശരിയാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെറുതേതാണ്? നമ്മുടെ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമാണ് ഇവിടെ? മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയാണേത്? തെന്മല ഇക്കോ ടൂറിസം പദ്ധതി. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗമാണേത്? നെഫ്രൈറ്റിസ്. നെഫ്രോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൃക്കയുമായി ബന്ധപ്പെട്ടതാണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? സാന്തേ പെബോ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഏതാണ്? 2023 പഠിക്കണം. 23 ആർക്കൊക്കെയായിരുന്നു? കാറ്റലിൻ കാരിക്കോ. അതേപോലെ തന്നെ ആർക്കാണ്? ഡ്രൂ വെയ്സ്മാൻ എന്നീ 2 പേർക്കായിരുന്നു 2023 വൈദ്യശാസ്ത്ര നൊബേൽ പ്രൈസ് കിട്ടിയത്. എന്തിനായിരുന്നു ഇവർക്ക് കിട്ടിയത്? COVID-19 ബന്ധപ്പെട്ടുള്ള എന്താണ്? mRNA വാക്സിനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു കേട്ടോ. വാക്സിനുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇവർക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് കിട്ടിയത്. എങ്കിൽ 2024 ഇനി പഠിക്കേണ്ടത് 2024 ആയിരിക്കണം. ഇത്രയും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കാര്യം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ആർക്കൊക്കെയായിരുന്നു? വിക്ടർ അംബ്രോസും അതേപോലെ തന്നെ ഗ്യാരി റുക്കാൻ. ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇത് വായിക്കുന്നതെന്ന് അറിയില്ല. ഗ്യാരി റുക്കാൻ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ലഭിച്ചത്? എന്തിന്റെ കണ്ടുപിടുത്തമായിരുന്നു? മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തവും അതിന്റെ എന്താണ്? അതിന്റെ ജെൻഡർ ഒരു ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ റോളും ഒക്കെ കണ്ടുപിടിക്കാനായിരുന്നു. മൈക്രോ ആർ എൻ എയുമായി ബന്ധപ്പെട്ടതാണ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക്. നമുക്കറിയാം ചീറ്റകളെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ എവിടെയായിരുന്നു? നമ്മുടെ കുനോ നാഷണൽ പാർക്കിലായിരുന്നു. നമ്മൾ ചീറ്റകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചതൊക്കെ കുനോയിലായിരുന്നു. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടേണ്ടത്? ഏതാണ്? അവിടെ പിണ്ഡമാണ്. പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? അത് മൂസ്ലിയാണ്. അദ്ദേഹം എന്തിന്റെ ബേസിലായിരുന്നു? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഇവയെ വർഗീകരിച്ചിരിക്കുന്നത്. അതേപോലെ പിന്നെ ആരായിരുന്നു? നമ്മുടെ ആറ്റോമിക പിണ്ഡം, അതായത് ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു വർഗീകരിച്ചത്? അത് മെൻഡലീവ്. അദ്ദേഹമാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദിമിത്രി മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്? ഹെൻറി മോസ്ലി. അതേപോലെ അദ്ദേഹം എന്താണ്? ആറ്റോമിക നമ്പറിന്റെ ബേസിലാണ് ഇവയെ വർഗീകരിച്ചിരുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് മെർക്കുറി. അതിന്റെ അയിര് എന്താണെന്നാ ചോദിച്ചത്? മെർക്കുറിയുടെ അയിരാണ് എന്താ? സിന്നബാർ. പഠിച്ചു വെക്കുക. ബോക്സൈറ്റ് നമുക്കറിയാം അലൂമിനിയം ആണ്. ഹേമറ്റൈറ്റ് എന്തിന്റെയാണ്? ഇരുമ്പിന്റേതാണ്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? താപപ്രസരണം വേഗത്തിൽ നടക്കുന്നതുകൊണ്ട്,
എന്താണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. പ്രഷർ കുക്കർ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിന്റെ പ്രത്യേകത കൊണ്ട്. ഇതൊന്നുമല്ല. എന്തായിരിക്കും? അതായത് പ്രഷർ കുക്കർ, പ്രഷറാണ് അതിൻ്റെ ഉള്ളിൽ, നന്നായിട്ട് മർദ്ദം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും മർദ്ദം കൂടുന്നതനുസരിച്ച് തിളനില എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഏതാണ്? ജഡത്വം, ഇനേഷ്യ. അതായത് എന്താണ്? ഇപ്പൊ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഓട്ടുമ്പോഴേക്കും എന്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം എന്താണ്? ജഡത്വത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ എന്താണ്? മാങ്ങയിൽ അല്ലെ, മാവിൽ കിടക്കുന്ന മാങ്ങ നമ്മൾ കുലുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതെന്താണ്? ഞെട്ടറ്റ് വീഴാനുള്ള കാരണമൊക്കെ ഈ പറയുന്ന ജഡത്വം കാരണമാണ്. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഹൈക്കോടതിയാണ് ഇത്? നമ്മുടെ സ്വന്തം കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറാക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ്? സൂര്യനെ പറ്റിയാണ്. അത് ഏതാണ്? ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്നത് എത്ര ദിവസമാണ്? 8 ദിവസമാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എന്ത്? ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് എവിടെ? ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് എന്ത്? കരൾ. ഒരു ചലനരഹിത സന്ധി. ചലനരഹിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കാത്ത സന്ധി. ഇടുപ്പ് നമുക്കറിയാം ചലിക്കാനായിട്ട് പറ്റും. കൈമുട്ട് നമുക്കറിയാം മുന്നോട്ടും ബാക്കോട്ടൊക്കെ ആക്കാൻ പറ്റും അല്ലെ, മുന്നോട്ടാക്കാൻ പറ്റും അല്ലെ നമുക്ക് എപ്പോഴും കൈമുട്ട്. കാൽമുട്ടും അതേപോലെ തന്നെയല്ലേ. അപ്പൊ തലയോട്ടിയിലെ സന്ധിയാണ് എന്ത്? ചലനരഹിത സന്ധി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഏതാണ് വിസർജനാവയവം എന്ന് പറയുന്നത്? വൃക്കയാണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവിയാണ് എന്ത്? നമ്മുടെ മനുഷ്യൻ. പാറ്റയ്ക്ക് എത്ര അറകളാണ്? പാറ്റയ്ക്ക് 13 അറകളാണ്. മത്സ്യത്തിന് 3 അറകളാണ്. മണ്ണിരയ്ക്ക് 5 ജോഡി അറകളാണെന്നാണ് ട്ടോ പറയുന്നത്. 5 ജോഡി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അതേപോലെ ഉഭയജീവികൾ പറയാറുണ്ട്. ഉഭയജീവികൾക്ക് പൊതുവെ എത്രയാണ്? ഉഭയജീവികൾക്ക് പൊതുവെ 3 അറകളാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. അപ്പൊ നിലവിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് എക്സാമിന് പോണതിന് മുന്നത്തെ ദിവസമെങ്കിലും അത് നോക്കിയിട്ടേ പോകാവുള്ളൂ. താഴെ കൊടുത്തവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? നമുക്കറിയാം എന്തൊക്കെയാണ്? അടക്ക, എന്താണ്? കൊഴുപ്പ്. BC എന്താണ്? വെള്ളം. അടക്ക കൊഴുപ്പാണെന്ന് പഠിച്ചാൽ മതി. അടക്ക കൊഴുപ്പ്. അടക്ക ADEK എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതും. Bയും Cയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നതുമാണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് എന്ത്? താലോലം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി തവണ ഇപ്പോഴും 2024 നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LGSനും LDSക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന താലോലം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം അത് 206 ആണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം എങ്ങനെയാണ് അസ്ഥികൂടത്തെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്ന് അക്ഷാസ്ഥികൂടമെന്നും മറ്റേത് എന്താണ്? അനുബന്ധാസ്ഥികൂടമെന്നും. അക്ഷാസ്ഥികൂടത്തിൽ 80ഉം അനുബന്ധാസ്ഥികൂടത്തിൽ 126ഉം ഉണ്ട്. അങ്ങനെയാണ് 206 അസ്ഥികൾ വരുന്നത്. ഓക്കെ. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. ജീവിതശൈലി രോഗമാണ് നമ്മൾ എന്താണ്? നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് പ്രഷർ, BP. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി. ജലദോഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് ആണ്. കോളറയ്ക്ക് കാരണമാകുന്ന എന്താണ്? ബാക്ടീരിയ ആണ്. എന്താണ്? വിബ്രിയോ കോളറ എന്നാണ് എന്റെ ബാക്ടീരിയയുടെ പേര്. വിബ്രിയോ കോളറ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 14/2023. ഇതിൽ നമുക്കൊരു 40ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യാന്തര വ്യാപാരത്തിന്റെ ഉൽപാദനം എന്നുള്ളതാണ് കേട്ടോ. രാജ്യാന്തര വ്യാപാരത്തിന്റെ ഉൽപാദനം. അതായത് ഇപ്പൊ ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കുക. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം എന്നിവയാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. G20 അല്ലെ, G20 നമുക്ക് ഉച്ചകോടികളൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. G20 നിലവിൽ വന്നത് എന്നാണ്? 1999 G20 അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 21. അതായത് 19 രാജ്യങ്ങൾ. അതേപോലെ തന്നെ പിന്നെ എന്തുണ്ട്? ഒരു ആഫ്രിക്കൻ യൂണിയനും ഉണ്ട്. പിന്നെ എന്താണ്? യൂറോപ്യൻ യൂണിയനും ഉണ്ട്. ഇങ്ങനെ 21 ആണ് അംഗസംഖ്യ എന്ന് പറയുന്നത്. ബ്രസീൽ ആണോ എന്ത്? 2024 ഉച്ചകോടി എന്ന് പറയുന്ന ബ്രസീലിലായിരുന്നു. അതേപോലെ 2025 ഉച്ചകോടി ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് 2025
G20 ഉച്ചകോടി നടക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച മുംബൈയിൽ തിരച്ചെത്തിയതെന്ന് എന്നാണ്? 2013 മാർച്ച് 31. SCRT ഫാക്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. SCRTയിൽ ഒരു ബോക്സിലാക്കി ഇയാളെ പറ്റി പറയുന്നുണ്ട്. അത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അഭിലാഷ് ടോമി നമുക്കറിയാം, ഭയങ്കര നമുക്ക് അല്ലെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുണ്ട്, 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ആഴിയും, അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതാണെന്ന് തോന്നുന്നു, ആഴിയും തിരയും കാറ്റും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പുസ്തകമാണ് ആഴിയും തിരയും കാറ്റും. അതേപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയുടെ യാത്രാനുഭവങ്ങളൊക്കെ ഉള്ള എഴുതിയൊരു ബുക്കുണ്ട്. എന്താണ്? കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ളത് ആരുടെ യാത്രാനുഭവമാണെന്ന് ചോദിക്കാം. എന്താണ്? ആരുടേതാണ്? നമ്മുടെ അഭിലാഷ് ടോമിയുടേതാണ്. സമപന്തി ഭോജനം. ആരാണ് സമപന്തി ഭോജനം? വൈകുണ്ഠസ്വാമി. താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ വർഗക്കാരാണ് ആരൊക്കെ? ബുഷ്മനും അതേപോലെ തന്നെ തോറേക്കും ബുഷ്മനുമാണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? കൈലാസ് സത്യാർത്ഥി. ഇതിനാണ് അദ്ദേഹം ബാലവേല നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2014 നമ്മുടെ കൈലാസ് സത്യാർത്ഥിക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സമാധാനത്തിന് മലാല യൂസഫ്സായിക്കും. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കുമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. പുറനാന്നൂറ്. ഒന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ കലാസാഹിത്യം എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെ പറയുന്ന പേരാണെന്ത്? മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. ഗോൾഡൻ ബൂട്ട് ആർക്കായിരുന്നു? കിലിയൻ എംബാപ്പെ. ഗോൾഡൻ ബോൾ ആർക്കായിരുന്നു? അത് ലയണൽ മെസ്സിക്കാണ് ഗോൾഡൻ ബോൾ. അതേപോലെ തന്നെ എമിലിയാനോ മാർട്ടിനേസ് അർജന്റീനയുടെ ഗോൾ കീപ്പർ ആയിരുന്നു എമിലിയാനോ മാർട്ടിനേസ്. അദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചത്? ഗോൾഡൻ ഗ്ലോവ് ലഭിച്ചത്. എമിലിയാനോ മാർട്ടിനേസ് അർജന്റീനയുടെ ഗോൾ കീപ്പർ ആയിരുന്നു എമിലിയാനോ മാർട്ടിനേസ്. 2013 ഒടുവിൽ സൗരയൂഥത്തിലെത്തിയ വാൽ നക്ഷത്രത്തിന്റെ പേരാണ് എന്ത്? ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാലയാണ് എന്ത്? പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം, അതായത് ഇന്ത്യയുടെ സമയം കണക്കാക്കുന്നത് ഏതിലാണ്? 82.5 ഡിഗ്രിയിലാണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 82 ഡിഗ്രി പൂർവ്വ രേഖാംശത്തിലാണ്. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ UP ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ ഇപ്പൊ ഇങ്ങനെ ഇന്ത്യ വരുവാണെങ്കിൽ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് കടന്നു പോകുവാണ്. അപ്പൊ അത് എങ്ങനെ വരും? ഏതൊക്കെ വരും? അല്ല, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്? UP ഉണ്ട്, അതേപോലെ തന്നെ മധ്യപ്രദേശ് ഉണ്ട്, അതേപോലെ ഒഡീഷയുണ്ട്, പിന്നെ ഏതാണ്? ഛത്തീസ്ഗഡ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇത്രയുമാണ് ഇതിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി. ഇതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പക്ഷെ ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. കാര്യം അവർക്ക് മാറ്റി ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പൊ UP, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. അതേപോലെ നമുക്കറിയാം ഈ മാനക രേഖാംശം നമ്മുടെ ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്രയാണ്? 5.5 മണിക്കൂർ നമ്മൾ എന്താണ്? മുന്നിലാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് 23 ഡിഗ്രി നോർത്ത് നമ്മുടെ അക്ഷാംശ രേഖയാണ് അല്ലെ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് 23 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത്, അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ? 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇങ്ങനെ കടന്നു പോകുന്നത് അത് ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, നമ്മുടെ രാജസ്ഥാൻ ഉണ്ട്, പിന്നെന്താണ്? മധ്യപ്രദേശ് ഉണ്ട്, പിന്നെ ഉള്ളത് ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, പിന്നെ ഏതാണ്? ത്രിപുരയുണ്ട്, പിന്നെ എന്തായിരുന്നു? ത്രിപുര, അതേപോലെ മിസോറാം, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റും എന്താണ്? 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റുമാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഹിമാലയുടെ കനമേറിയ ഒരു നിക്ഷേപണ രൂപമാണ് എന്ത്? കരേവ എന്ന് പറയുന്നത്. കരേവ മണ്ണ് നമ്മൾ കുങ്കുമ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കരേവയെ പറ്റി
ഒത്തിരി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും അതേപോലെ തന്നെ നമ്മുടെ 10th മെയിൻസിന്, അതായത് LDC ലെവലിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ ടോപ്പിക്ക് കരേവ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ആ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ അതായത് PYQ മുൻവർഷ ചോദ്യങ്ങൾ, 10th പ്രിലിംസ് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ഈ Day 1, Day 2, Day 3 കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും എന്താണ് ഇപ്പൊ കഴിഞ്ഞ 5 ദിവസത്തെയും ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാകും. താല്പര്യമുള്ളവർ അത് കയറി കണ്ടു നോക്കുക. കൃഷി അധിഷ്ഠിത വ്യവസായമാണ് എന്താണ്? പഞ്ചസാര വ്യവസായം അല്ലെ. കൃഷി അടിസ്ഥാനമാക്കിയാണ്, കരിമ്പ് കൃഷി അടിസ്ഥാനമാക്കിയാണ് എന്ത് നടക്കുന്നത്? പഞ്ചസാര വ്യവസായം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത് എവിടെയാണ്? തുറമുഖ അധിഷ്ഠിതം വിശാഖപട്ടണമാണ്. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏതെന്ന് പറയുന്നത്? ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കൽക്കരി എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ്? ഉപയോഗിക്കും തോറും തീർന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ശരിയാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഏതാണ്? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരേണ്ടത്. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ്? 1986 സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ് ആര്യ മഹിളാ സഭ. പണ്ഡിത രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് ഏത്? അഹമ്മദാബാദിലെ തുണിമില്ല് സമരം അല്ലെ. അഹമ്മദാബാദ് സത്യാഗ്രഹം എന്ന് പറയുന്നത്, അതായത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരമായിരുന്നു എന്ത്? അഹമ്മദാബാദ് തുണിമില്ല് സമരം. 1918 ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു 1917. അതാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഏതിലാണ്? ജാലിയൻ വാലാബാഗ്. അതായത് 1919 ഏപ്രിൽ 13 എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. അതേപോലെ തന്നെ അതിനെ അന്വേഷിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ. അതേപോലെ ഗാന്ധിജി മാത്രമായിരുന്നില്ല കൈസറെ ഹിന്ദ് പദവി ഉപേക്ഷിച്ചത്. പിന്നെ ആരായിരുന്നു? നമ്മുടെ സരോജിനി നായിഡുമായിരുന്നു എന്ത് ചെയ്യുന്നത്? കൈസറെ ഹിന്ദ് പദവി ഒഴിഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ആരായിരുന്നു? അത് ചേറ്റൂർ ശങ്കരൻ അല്ലെ, നമ്മുടെ C ശങ്കരനാണ്. അതേപോലെ തന്നെ പിന്നെ ഒരാളും കൂടി ഉണ്ട്, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതേപോലെ സർപ്പദവി ആരായിരുന്നു സർപ്പദവി ഉപേക്ഷിച്ചത്? അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് സർപ്പദവി ഉപേക്ഷിക്കുന്നത്. നാഗമ്മാട് റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗൈഡിലിയു ആണ്. ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത്. എന്താണ് നമുക്കറിയാലേ, ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ആൾക്കാർ മാർച്ച് ചെയ്ത് വരികയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തീയിടുകയും ഒരു 22ഓളം പോലീസുകാർ വെന്ത് മരിക്കുകയൊക്കെ ചെയ്ത സംഭവമായിരുന്നു ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി അല്ലെ. ഫസൽ അലി കമ്മീഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ HN ഗുൻസ്രു, അതേപോലെ സർദാർ KM പണിക്കർ, അവർ രണ്ടുപേരാണ് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കൂടി ഉണ്ടായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം എവിടെ വെച്ചായിരുന്നു? ലാഹോർ സമ്മേളനം. നമ്മളിപ്പോ മുന്നത്തെ ക്വസ്റ്റ്യൻ ഒത്തിരി തവണ കണ്ടു അല്ലെ. 1929 ലാഹോർ സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ? നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? വിനോബ ഭാവെയാണ്. വിനോബ ഭാവ. ക്വിറ്റ് ഇന്ത്യ സമരനായികയാണ് അരുണ ആസിഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്? രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് ആര്? CK ലക്ഷ്മണൻ. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തൊരു മലയാളിയാണ് ആര്? CK ലക്ഷ്മണൻ. അത് ഏത് ഒളിമ്പിക്സ് ആയിരുന്നു? 1924 ഏതായിരുന്നു? നമ്മുടെ 2024 ഒളിമ്പിക്സ് എവിടെയായിരുന്നു? പാരീസ് അല്ല. അതേപോലെ 1924 എവിടെയായിരുന്നു? പാരീസിലായിരുന്നു. 2028 ഒളിമ്പിക്സ് എവിടെയാണ്? അത് ലോസ് ഏഞ്ചൽസ് ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം PT ഉഷ അല്ലെ. PT ഉഷയാണ് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത എന്ന് പറയുന്നത്. അത് എവിടെയായിരുന്നു? 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ്. മോസ്കോ ഒളിമ്പിക്സ്. എങ്കിൽ PT ഉഷ ഫൈനലിൽ എത്തിയത് ചോദിക്കാറുണ്ട്. PT ഉഷ ഫൈനലിൽ എത്തിയത് എവിടെയാണ്? അത് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലായിരുന്നു. പിന്നെ എന്തായിരുന്നു? ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ചോദിക്കാറുണ്ട്. അത് ആരാണ്? അത് മലയാളി ചോദിച്ചത് അത് മാനുവൽ ഫെഡറിക് ആണ്.
കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 കേരളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. കിഴക്കിന്റെ വെന്നീസ് ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ലയാണ് ഏത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? എവിടെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് എന്ത് വ്യാപിച്ചു കിടക്കുന്നത്? നമ്മുടെ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. എത്രയാണ് ഉയരം? 26.95. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2005 രൂപീകൃതമായത്. ജൈവ വൈവിധ്യം 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം? ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. മാർച്ച്, മെയ് നമുക്കറിയാം, നമുക്കിവിടെ ഭയങ്കര ചൂടായിരിക്കും. ഡിസംബർ, ഫെബ്രുവരി തണുപ്പായിരിക്കും. ഒക്ടോബർ, നവംബറിലൊന്നും അത്ര വലിയ മഴ ഉണ്ടാവാറില്ല. എപ്പോഴും എവിടെ ആയിരിക്കും? നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തല്ലേ മഴ വരുന്നത്. അപ്പൊ ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ ആണ്. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത് എന്നാണ്? 1994. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ 100 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്